സിനിമയിലെ ലഹരി ഉപയോഗത്തെ പറ്റി ധീരമായ വെളിപ്പെടുത്തൽ നടത്തിയ നടി വിൻസി അലൂഷ്യസ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് തത്സമയം പ്രതികരിക്കാനായി നമുക്കൊപ്പം എത്തുകയാണ്. ശ്രീ വിൻസി അലൂഷ്യസ്, വളരെ ധീരമായ ഒരു പ്രതികരണമാണ്, വെളിപ്പെടുത്തലാണ് താങ്കൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കളോട് പൂർണ്ണമായ ഐക്യദാർഢ്യം, താങ്കൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വിൻസി, ആരാണ് ഈ നടൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ആരാണ് ഈ നടൻ? ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, പരാതിയിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ നടൻ്റെ പേരോ ആ സിനിമയുടെ പേരോ പുറത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. യെസ്. വിൻസി, എന്തെങ്കിലും ഭയമുണ്ടോ? ഭയമല്ല, ഞാൻ ഇപ്പോൾ ഒരു വെരി ഡിസപ്പോയിൻറ്റഡ് സ്റ്റേറ്റിലാണ്. കാരണം ഞാൻ വിശ്വസിച്ച് പരാതി കൊടുത്ത ആളുകളുടെ പരാതിയിൽ ഞാൻ പരാമർശിച്ചിരുന്നു ഈ നടൻ്റെ പേരോ ഈ സിനിമയുടെ പേരോ മാധ്യമത്തിൻ്റെ മുന്നിലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിലോ പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു. ആ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾ തന്നെ മീഡിയയ്ക്ക് മുന്നിൽ പോയി ആ നടൻ്റെ പേരും ആ സിനിമയുടെ പേരും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടാണ് പെരിക്കുന്നത്. ഞാൻ ഒരു ഫിലിം ചേംബറിൻ്റെ സെക്രട്ടറി സജി നന്ദ്യാത് സാറാണ് അതെല്ലാം പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. ഭയങ്കര മോശമായിപ്പോയി എന്ന് തോന്നുന്നു. വിൻസി, ഇതിൻ്റെ ഒരു പ്രശ്നം വിൻസിയുടെ വ്യക്തിപരമായ വൈകാരികമായ തലങ്ങളെല്ലാം തന്നെ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ മൂടിവെച്ച് പല കാര്യങ്ങളും മൂടിവെച്ചാണ് ഈ മേഖല ഈ തരത്തിലേക്ക് എത്തിയത്. വിൻസിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് വ്യാപകമായ വിമർശനം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ തുറന്നു കാണിക്കേണ്ടത് പ്രധാനപ്പെട്ടതല്ലേ? ചേട്ടാ, പൊതുസമൂഹം പലതും വിമർശിക്കും. എന്തിട്ടാലും വിമർശിക്കും. നല്ലതിട്ടാലും വിമർശിക്കും, ചീത്തയിട്ടാലും വിമർശിക്കും. പൊതുസമൂഹത്തിന് തിന്നാൻ കൊടുക്കാനല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞത്. ഇത് ഇയാളെ വെച്ചുകൊണ്ട് നടത്തിയ ചില സിനിമകളുണ്ട്. നിസ്സഹായാവസ്ഥരായിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ഇറങ്ങാനിരിക്കുന്ന റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമകളുണ്ട്. അവരുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കരുത് എന്നെനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് അയാളുടെ പേര് പറഞ്ഞു ഇന്ന ആളാണ് എന്നെ ഇതൊക്കെ ചെയ്തത്, അയാളെ പോലീസ് എന്തും ചെയ്താൽ ഞാനല്ലേ നാട്ടുകാരുടെ മുന്നിൽ ഹീറോ, എന്തിന് ഞാനതിന് മുതിരുന്നില്ല? ഓക്കെ, വ്യക്തമാണ്. വിൻസി പറഞ്ഞ പോയിന്റ് വളരെ വ്യക്തമാണ്. ഭാവിയിൽ ഉള്ള ആ സിനിമകളുടെ റിലീസിനെ അത് ബാധിക്കരുത്. ഒരു വ്യവസായമാണ്, താങ്കൾ ഒരു നടിയാണ്, താങ്കളുടെ ഉപജീവന മാർഗമാണ്, അതിനെ ബഹുമാനിക്കുന്നു.